അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങൾക്കും ഉപരോധ തന്ത്രങ്ങൾക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് ചൈന രംഗത്തെത്തിയിരിക്കുന്നു. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോന്ന ഈ നീക്കം വൻ ശക്തികൾ തമ്മിലുള്ള നയതന്ത്ര പോരാട്ടത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബീജിംഗിൽ നടന്ന പതിവ് വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലീൻ ജിയാൻ വ്യക്തവും ശക്തവുമായ ഭാഷയിലാണ് ചൈനയുടെ നിലപാട് ലോകത്തിന് മുൻപിൽ വിശദീകരിച്ചത്. അമേരിക്കയുടെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന ഉപരോധങ്ങൾക്ക് യാതൊരുവിധ നിയമസാധുതയുമില്ലെന്ന് ചൈന തുറന്നടിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളെയും വാണിജ്യ തത്വങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഇത്തരം ഉപരോധങ്ങൾ അംഗീകരിക്കാൻ ചൈന തയ്യാറല്ലെന്നും മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കി. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങളും ഇറാനുമായുള്ള തന്ത്രപ്രധാനമായ സാമ്പത്തിക സഹകരണവും സംരക്ഷിക്കുന്നതിനായി അനാവശ്യമായ എല്ലാ നടപടികളും ബീജിംഗ് സ്വീകരിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ലീൻ ജിയാൻ വാഷിംഗ്ടണിന് നൽകിയത്. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ചൈന ലോകരാഷ്ട്രങ്ങൾക്ക് നൽകുന്നത്. മധ്യപൂർവേഷ്യയിൽ അമേരിക്ക നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സാമ്പത്തിക ഉപരോധ തന്ത്രങ്ങൾക്ക് ചൈനയുടെ ഈ പരസ്യ പ്രതികരണം വലിയൊരു തിരിച്ചടിയാണ്. ഇറാനെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുത്താനും സാമ്പത്തികമായി തളർത്താനും ലക്ഷ്യമിട്ടാണ് ട്രംപ് ഭരണകൂടം കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചത്. എന്നാൽ ചൈനയെ പോലൊരു ആഗോള സാമ്പത്തിക ശക്തി ഇതിനെ തുറന്നെതിർത്തതോടെ ഉപരോധത്തിന്റെ ഫലപ്രാപ്തി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാനും ചൈനയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഈ പുതിയ പ്രഖ്യാപനം. ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇറാനിലെ എണ്ണ ഉൽപാദനത്തെ വൻതോതിൽ ആശ്രയിക്കുന്ന ചൈനയ്ക്ക് ഇറാനുമായുള്ള വ്യാപാരം തുടരേണ്ടത് സ്വന്തം സാമ്പത്തിക ഭദ്രതയ്ക്കും അത്യാവശ്യമാണ്. അതിനാൽ തന്നെ അമേരിക്കൻ ഭീഷണികൾക്ക് മുൻപിൽ പണിമുടക്കാൻ ബീജിംഗ് തയ്യാറല്ല. അന്താരാഷ്ട്ര തർക്കങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഏകപക്ഷീയമായ ഉപരോധങ്ങൾ ഉപകരിക്കില്ലെന്നാണ് ചൈനീസ് മന്ത്രാലയത്തിന്റെ വക്താവ് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം സ്വന്തം ഇഷ്ടപ്രകാരം നടപ്പിലാക്കുന്ന വിലക്കുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൈന വാദിക്കുന്നുണ്ട്. ചൈനയുടെ ഈ ധീരമായ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ട്രംപിന്റെ മുൻഗണനാ അജണ്ടയായ അമേരിക്ക ഫസ്റ്റ് നയവും ഉപരോധ അധിഷ്ഠിത വിദേശ നയവും ലോകവേദിയിൽ ഒറ്റപ്പെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ചൈനയുടെ ഈ എതിർപ്പ്. ചൈനീസ് സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന ലിൻ ജിയാന്റെ പ്രസ്താവന കേവലം നയതന്ത്ര വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടർന്നും തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി ബദൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാനും ചൈന സജ്ജമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം നാണയങ്ങളിൽ വ്യാപാരം നടത്താനുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉപരോധങ്ങളെ അതിജീവിക്കാൻ ഇത്തരം ബദൽ സാമ്പത്തിക മാർഗങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ചൈനയുടെ നിലവിലെ ഉറച്ച തീരുമാനം വഴിവെക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഉപരോധത്തിന്റെ ഭാരത്തിൽ നിന്ന് വലിയൊരു ആശ്വാസമാണ് ചൈനയുടെ ഈ പിന്തുണ നൽകുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ തങ്ങളുടെ ഒപ്പമുണ്ട് എന്നത് ഇറാനിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നയതന്ത്രപരമായി വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഉപരോധ ഭീഷണികളെ വകവയ്ക്കാതെ ബീജിംഗും ടെഹ്റാനും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ ഈ സാഹചര്യം കാരണമാകും. ഊർജ്ജ മേഖലയ്ക്ക് പുറമെ അടിസ്ഥാന സൗകര്യ വികസനം, സാങ്കേതിക വിദ്യ, സുരക്ഷാ മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വരും ദിവസങ്ങളിൽ വർദ്ധിക്കാനാണ് സാധ്യത. ആഗോളതലത്തിൽ വളർന്നു വരുന്ന ബഹുധ്രുവ ലോകക്രമത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി മുതൽ ലോകത്തെ മറ്റു വൻ ശക്തികൾ അതേപടി അംഗീകരിക്കില്ല എന്നത് ചൈനയുടെ നിഷ്കർഷപരമായ നിലപാട് തെളിയിക്കുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലെ നിലവിലുള്ള ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോന്ന ഒരു സംഭവമാണിത്. അമേരിക്കയുടെ ആധിപത്യത്തെ പ്രതിരോധിക്കാൻ ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനുമായി കൈകോർക്കുമ്പോൾ മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം ഗണ്യമായി കുറയാനാണ് സാധ്യത. ഇതിനോട് വാഷിംഗ്ടൺ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.
ചൈനയ്ക്കെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങളോ വ്യാപാര വിലക്കുകളോ ഏർപ്പെടുത്താൻ അമേരിക്ക തുനിഞ്ഞാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാൻ ഇടയാക്കും. അമേരിക്കയുടെ ഉപരോധ നീക്കങ്ങളെ തുരങ്കം വെച്ചുകൊണ്ട് ചൈന നടത്തുന്ന ഈ നീക്കം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വലിയൊരു വഴിത്തിരിവാണ്. ട്രംപിന്റെ ഉപരോധ തന്ത്രങ്ങൾ പരാജയപ്പെടുന്നു എന്നതിന്റെ പരസ്യമായ വിളംബരമായി മാറിയിരിക്കുകയാണ് ചൈനയുടെ ഈ ഉറച്ച നിലപാടും തുടർന്നുള്ള നീക്കങ്ങളും.